പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പേര് എത്ര തവണ വിശുദ്ധ ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നറിയോ? മൂസ അലൈഹിസ്സലാമിൻ്റെ പേരാണ് അല്ലേ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, 136 ടൈംസ് ആണ് മൂസ നബിയുടെ പേര് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറ, അൽ അഅറാഫ്, യൂനുസ്, ത്വാഹ, അശ്ശുഅറാ, നംല്, ഖസസ് എന്ന് തുടങ്ങിയ സൂറകളിലാണ് ഏറ്റവും അധികം മൂസാ നബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ അല്ലാഹു തആല വിശദീകരിക്കുന്നത്. മൂസാ നബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഈജിപ്തിലാണല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്നത് മലിക്കുകളാണ്, അഥവാ രാജാക്കന്മാരാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഫറോവമാരാണ് മിസ്ർ അഥവാ ഈജിപ്ത് ഭരിക്കുന്നത്. ഫറോവമാരെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള, അഹങ്കാരികളായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, അന റബ്ബുക്കുമുൽ അഅല, താനാണ് ഏറ്റവും ഉന്നതനായ ദൈവം എന്ന് ഫിർഔൻ വാദിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ആരാണ് ഫിർഔൻ, ബനു ഇസ്രായേലരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനെ എവിടേക്കാണ് അള്ളാഹു നിയോഗിക്കുന്നത് എന്നതുമായി റിലേറ്റ് ചെയ്തിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നത്ലു അലൈക മിൻ നബഇ മൂസ വഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. നത്ലു അലൈക, നാം ഓതി കേൾപ്പിച്ചു തരാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. മിൻ നബഇ മൂസ, മിൻ നബഇ മൂസ എന്നാണ് അവിടെയുള്ള പ്രയോഗം. നബ എന്ന് പറഞ്ഞാൽ വാർത്ത, അല്ലെങ്കിൽ സ്റ്റോറി, കഥ, സംഭവം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം മൂസായുടെയും ഫിർഔനിൻ്റെയും സംഭവങ്ങളിൽ നിന്ന് മിൻ നബഇ, കുറച്ച് പാർട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് വെച്ചാൽ ഫിർഔനിൻ്റെയും മൂസ അലൈഹിസ്സലാമിൻ്റെയും മുഴുവനും കഥ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് സം പാർട്സ് ഓഫ് ദ സ്റ്റോറിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ബിൽ ഹഖ്, യഥാർത്ഥ രൂപത്തിൽ ഓതി കേൾപ്പിച്ചു തരാം. ആർക്കാണ് അള്ളാഹു ഇത് പറഞ്ഞു തരുന്നത്? ലിഖൗമി യുഅ്മിനൂൻ, അത് വിശ്വസിക്കുന്ന ജനതയ്ക്ക്, എന്ന് വെച്ചാൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദോസ് ഹൂ ബിലീവ്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം പറയുന്നത്. സോ നത്ലു അലൈക മിൻ നബഇ മൂസ വഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. മൂസ അലൈഹിസ്സലാമിൻ്റെയും ഫറോവയുടെയും സം പാർട്സ് ഓഫ് ദ സ്റ്റോറി യഥാർത്ഥ രൂപത്തിൽ നാം നിന്നെ കേൾപ്പിക്കാം. ആർക്ക് വേണ്ടി? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദോസ് ഹൂ ബിലീവ്, വിശ്വസിക്കുന്ന ജനതയ്ക്ക് വേണ്ടി. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല ഫിർഔനിനെ കുറിച്ച്, ആരാണ് ഫിർഔൻ എന്നതിനെയൊക്കെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. صدق الله العلي العظيم. ഇന്ന ഫിർഔന അലാ ഫിൽ അർദി. ഇന്ന ഫിർഔൻ, തീർച്ചയായും ഫിർഔൻ, അല, ഗർവിഷ്ഠനായി, അഹങ്കാരിയായി, ഫിൽ അർദി, ഭൂമിയിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ. അപ്പോൾ ഫിർഔൻ നാട്ടിൽ ഗർവിഷ്ഠനായി വാണു. ദറ്റ് മീൻസ് ഹി അഡോപ്റ്റഡ് എ റെബലിയസ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ ലാൻഡ്. ദൈവത്തിൻ്റെ അടിമയാവുന്നതിന് പകരം താനാണ് ദൈവം എന്ന് ഗർവിഷ്ഠനായിക്കൊണ്ട് അഹങ്കാരത്തോടുകൂടെ വാദിക്കുകയായിരുന്നു ഫിർഔൻ ചെയ്തിരുന്നത്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഒപ്രസിങ് ഹിസ് സബ്ജക്ട്സ്, ഒപ്രസിങ് ഹിസ് പീപ്പിൾ ലൈക്ക് എ ടൈറനിക്കൽ ആൻഡ് ഹോട്ടി റൂളർ. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ക്രൂരനായിട്ടുള്ള റെബലിയസ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ഫറോവയായിരുന്നു ഫിർഔൻ എന്ന് പറയുന്നത്. സോ വജഅല അഹ്ലഹ ഷിയഅ, എന്താണ് പിന്നീട് ഫിർഔൻ ചെയ്തത്? വജഅല, ആക്കി, അഹ്ലഹ, അതിൻ്റെ ആളുകളെ അഥവാ ഭൂമിയുടെ ആളുകളെ എന്ന് വെച്ചാൽ നാട്ടുകാരെ, ഷിയഅ, പല ഗ്രൂപ്പ്സാക്കി തിരിച്ചു. അവൻ നാട്ടുകാരെ പല കക്ഷികളായി വിഭജിക്കുകയും ചെയ്തു, ഡിവൈഡ് ചെയ്തു. He wasn't giving equal rights to all of them, but he adopted the policy of dividing them into groups.
എന്നിട്ട് പ്രിവിലേജസ് ആൻഡ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഒക്കെ റൂളിംഗ് ക്ലാസ്സിന് നൽകുകയും മറ്റുള്ള ആളുകളെ അഥവാ ബനു ഇസ്രായേലരെയും ഇസ്രായേലി മതവും അവരുടെ രീതികളും സ്വീകരിച്ചിട്ടുള്ള ഈ ഖിബ്തികളിൽ തന്നെയുള്ള ഈജിപ്ഷ്യരായിട്ടുള്ള ആളുകളെയും സപ്രസ് ചെയ്ത് ചൂഷണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. സോ വൈ വർ ദേ ഡൂയിങ് ദിസ് ആസ് അല്ലേ, എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്? എന്തിനാണ് ബനു ഇസ്രായേലരോട് ഫിറഔൻ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നത്? ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്നത് ബനു ഇസ്രായേലരായിട്ടുള്ള രാജാക്കന്മാരാണ്, മലിക്കുകളാണ്, ഫറോവകളല്ല. അല്ലേ, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള കഥകൾ വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു നോക്കിയാൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ അത് മലിക്കുകളാണ്, രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലശേഷം രാജ്യത്ത് ഈജിപ്തിൽ തന്നെ ഒരു നാഷണൽ റെവല്യൂഷൻ ഉണ്ടാവുകയും അതിൽ ബനു ഇസ്രായേലരെ അട്ടിമറിക്കുകയും ഖിബ്തികൾ എന്ന് വെച്ചാൽ കോപ്റ്റിക്സ് എന്ന് പറയില്ലേ, ഖിബ്തികൾ ആ ഈജിപ്തിൽ ഭരണത്തിൽ വരികയും ചെയ്തു. ഖിബ്തികൾ എന്ന് പറഞ്ഞാൽ ദി ഡിറക്റ്റ് ഡിസെൻഡൻസ് ഓഫ് ഈജിപ്ഷ്യൻ വംശജരായിട്ടുള്ള കൂട്ടരാണ്. അപ്പോൾ ഇസ്രായേൽ വംശജരെ തങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ടും അവരെ ശത്രുക്കളായിട്ടും ഖിബ്തികൾ കാണുകയാണ്. നോട്ട് ഓൺലി ദാറ്റ്, എന്താണ് അവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇസ്രായേലിയരെ എല്ലാ ഗവൺമെൻറ് പോസ്റ്റുകളിൽ നിന്നും ഒഴിവാക്കുകയും പിന്നീട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഡിഡ് ദേ ഡു ടു ദ ബനി ഇസ്രായേൽ, എങ്ങനെയാണ് ടോർച്ചർ ചെയ്തത് എന്ന് നമുക്ക് ഖുർആനിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും. യുദബ്ബിഹു, ദബ്ഹ് എന്ന് പറഞ്ഞാൽ സ്ലോട്ടർ ചെയ്യുക, അറുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ യുദബ്ബിഹു എന്ന് പറഞ്ഞാൽ കൊന്നുകളയുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അബ്നാഅഹും, ഇബ്നിൻ്റെ പ്ലൂറൽ ഫോമാണ് അബ്നാ. ഇബ്ന് എന്ന് പറഞ്ഞാൽ മകൻ, ആൺകുട്ടി. അപ്പോൾ അബ്നാഅഹും, അവരിലെ ബനു ഇസ്രായേലിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ ഈ കൂട്ടരിലെ ആൺകുട്ടികളെ, ആൺസന്തതികളെ ഒക്കെ കൊന്നുകളയുകയും വയസ്തഹി, ജീവിക്കാൻ അനുവദിക്കുക. ആര്? നിസാഅഹും, അവരിലെ സ്ത്രീകളെ, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. നാട്ടിൽ ഏതെങ്കിലും കുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ അത് ആൺകുട്ടിയാണെങ്കിൽ ആ നിമിഷം കൊന്നുകളയുകയും പെൺകുട്ടിയാണെന്ന് കേൾക്കുമ്പോൾ അവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചത്? ഇസ്രായേലി ജനസംഖ്യ കുറയ്ക്കുന്നതിനുള്ള ഒരു നടപടിയായിരുന്നു ഈ ഒരു രീതി എന്ന് പറയുന്നത്. കില്ലിംഗ് ദെയർ സൺസ് ആൻഡ് അലോയിങ് ദെയർ ഡോട്ടേഴ്സ് ടു ലിവ്. വൈ? സോ ദാറ്റ് ദെയർ വിമൻ ഷുഡ് ഗ്രാജുവലി പാസ് ഇൻ ടു ദ കോബ്സ് ഹാൻഡ്. ഈ ഖിബ്തികളിലേക്ക് ഇസ്രായേൽ സ്ത്രീകൾ ഖിബ്തികളുടെ അധീനത്തിൽ വരാൻ, അവരെ പിന്നെ ഈ ഖിബ്തികളുടെ അധീനത്തിലും അവരുടെ അണ്ടറിലും കൊണ്ടുവരാൻ. ആൻഡ് പ്രൊഡ്യൂസ് ദ കോപ്റ്റിക് ഇൻസ്റ്റെഡ് ഓഫ് ദ ഇസ്രായേലൈറ്റ് റൈസ്. അവരുടെ ഈ സ്ത്രീകളിലൂടെ ഇസ്രായേലികളിൽ നിന്ന് ഖിബ്തി വംശം വളരാൻ, ഇസ്രായേൽ വംശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനും ഈ സ്ത്രീകളിലൂടെ ഖിബ്തി വംശം വളരാനും വേണ്ടിയിട്ടായിരുന്നു. ന്യൂ നാഷണൽ ഗവൺമെൻറ് ആദ്യം ശരിക്കും ചെയ്തത് എന്ത് എന്ന് ചോദിച്ചാൽ ഇസ്രായേലിയർക്ക് അവരുടെ ഭൂമികളും സ്വത്തുക്കളും ഒക്കെ നിഷേധിക്കുകയായിരുന്നു. ആൻഡ് ദെൻ റിമൂവ് ദം ഫ്രം ഓൾ ദ ഗവൺമെൻറ് ജോബ്സ് ആൻഡ് ഓഫീസസ്. എന്നിട്ടും ഇസ്രായേലിയർ പ്രബലരാണ് എന്ന് ഖിബ്തികൾക്ക് തോന്നിയ വേളയിൽ അവർ ഇസ്രായേലിയർ നീചരാണ്, നിന്ദ്യരാണ് എന്ന് പറഞ്ഞ് അവരെ ഡിസ്ഗ്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ ഒരു പ്രയോഗം കാണാൻ സാധിക്കും. യസൂമൂനകും സൂഅൽ അദാബി. ഫിർഔനും ബനു ഇസ്രായേലരുമായി അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രയോഗം അള്ളാഹു ഉപയോഗിക്കുന്നത്. യസൂമൂനക്കും, അവരെ മർദ്ദിച്ചിരുന്നു, ഈ ബനു ഇസ്രായേലിയരെ മർദ്ദിച്ചിരുന്നു. സൂഅൽ അദാബി, അതികഠിനമായിട്ടാണ് ഇസ്രായേൽ വംശത്തെ ഫിർഔനിൻ്റെ ആളുകൾ മർദ്ദിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സൂഅൽ അദാബ് എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്ന് യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും, ആൺകുട്ടികളെ, ആൺസന്തതികളെ കൊന്നുകളയുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, എല്ലാ അർത്ഥത്തിലും എല്ലാ തസ്തികകളിൽ നിന്നും ബനു ഇസ്രായേലിനെ മാറ്റി നിർത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഒരു വംശത്തെ തന്നെ അങ്ങേയറ്റം ക്രൂരമായി മർദ്ദിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത്. ഇങ്ങനെ ഒരു കുറച്ച് നെറേറ്റീവ് കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹുമായി ബന്ധപ്പെട്ടിട്ട്, ആൺസന്തതികളെ കൊന്നുകളയുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. ഇസ്രായേൽ വംശത്തിൽ ജനിക്കാനിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഫിർഔനിൻ്റെ സിംഹാസനം തട്ടിത്തെറിപ്പിക്കും എന്ന് ഏതോ ഒരു ജ്യോത്സ്യൻ ഫറോവയോട് പറഞ്ഞു എന്നോ, ആ അപകടം തടയാൻ വേണ്ടിയിട്ടാണ് ഫിർഔൻ ഇസ്രായേൽ വംശത്തിലെ എല്ലാ ആൺസന്തതികളെയും ജനിച്ച ഉടനെ തന്നെ കൊന്നുകളയാൻ കൽപ്പിച്ചത് എന്നതൊക്കെ.
അല്ലെങ്കിൽ ദാറ്റ് ഫറോ ഹിംസെൽഫ് ഹാഡ് സീൻ എ ഡ്രെഡ്ഫുൾ ഡ്രീം, എന്നിട്ട് അതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ആ ഡ്രീം സൂചിപ്പിച്ചു എന്നൊക്കെ. എന്നാൽ ഈ പറയുന്ന നറേറ്റീവ്സ് ഒന്നും തന്നെ ഖുർആനിലോ ബൈബിളിലോ ശരിക്കും പറയുന്നില്ല. ബട്ട് ദീസ് ഹാവ് ബീൻ ടേക്കൺ ദിസ് ലെജൻഡ് ഫ്രം തെൽമൂദ് ആൻഡ് അതർ ഇസ്രായേലി ട്രഡീഷൻസ്. സോ നമുക്ക് അതിനെ മാറ്റിവെക്കാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ എന്ന് പറഞ്ഞിട്ടാണ്. തീർച്ചയായും അവൻ നാശകാരി തന്നെയാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഫിർഔനിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون ونريد أن نمن على الذين استضعفوا في الأرض. ഇങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചത് എന്ത്? വനുരീദു, അള്ളാഹു ആഗ്രഹിക്കുന്നത് അൻ നമുന്ന. നമുന്ന എന്ന് പറഞ്ഞാൽ ഔദാര്യം കാണിക്കാൻ. മന്ന യമുന്നു എന്ന് പറഞ്ഞാൽ ഔദാര്യം കാണിക്കുക. ആരോടാണ് ഔദാര്യം കാണിക്കുന്നത്? അലല്ലദീന, ഒരു കൂട്ടരോടാണ്. അല്ലദീന ഇസ്തുളഇഫു ഫിൽ അർളി. ഇസ്തുളഇഫു എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട, ദുർബലരാക്കപ്പെട്ട ഒരു വിഭാഗം. ഫിൽ അർളി, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഈ കൂട്ടരോട് എന്ന് വെച്ചാൽ ആ വിഭാഗം ആരാണ്? ബനു ഇസ്രായേലരെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ബനു ഇസ്രായേലരോട് ഔദാര്യം കാണിക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. വനജഅലഹും അഇമ്മ, വനജഅലഹും അവരെ ആക്കുവാനും, അഇമ്മതൻ, അഇമ്മ എന്ന് പറഞ്ഞാൽ നേതൃത്വം, ലീഡേഴ്സ്, നായകന്മാരാക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. വനജഅലഹുമുൽ വാരിസീൻ, അതോടൊപ്പം അവരെ വാരിസുകളാക്കാൻ അഥവാ അനന്തരാവകാശികളാക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചു. ദാറ്റ് ഈസ് ടു മേക്ക് ദം ദ ലീഡേഴ്സ് ആൻഡ് ഗൈഡ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ്. ഇഹലോകത്ത് ജനങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നതിൻ്റെ നേതൃത്വം ഏൽപ്പിക്കാൻ. അപ്പോൾ അള്ളാഹു അവരെ ഭരണാധികാരികളാക്കാനും അവരെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഹിദായത്ത് നൽകുന്നതിൻ്റെ നേതൃത്വം ഏൽപ്പിക്കാനും തീരുമാനിച്ചു. നുമക്കിന ലഹും ഫിൽ അർളി. നുമക്കിന ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം നൽകുക. ഫിൽ അർളി, ഭൂമിയിൽ. നുരിയ ഫിർഔന വഹാമാന, എന്നിട്ട് എന്തിനാണ് അധികാരം നൽകുന്നത്? വനുരിയ, അള്ളാഹു കാണിച്ചു കൊടുക്കാൻ, നാം കാണിച്ചു കൊടുക്കാൻ. ഫിർഔനിനും വഹാമാൻ, ഹാമാനിനും. ഫിർഔൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിർഔൻ. വഹാമാൻ, ഫിർഔനിൻ്റെ മന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള ഹാമാൻ. ജുനൂദഹുമ, ഇവർ രണ്ടു പേരുടെയും സൈന്യങ്ങൾക്കും പടകൾക്കും കാണിച്ചു കൊടുക്കാൻ. മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള. എന്താണ് അള്ളാഹു കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മാ കാനൂ യഹ്ദറൂൻ, എന്തൊന്നിനെയാണോ അവർ ഭയന്നിരുന്നത്, എന്തൊന്നിനെയാണോ അവർ കോഷൻ സിമ്പൽ ഇട്ടിട്ട് കണ്ടുകൊണ്ടിരുന്നത്, അപ്പോൾ അതിൽ നിന്ന് അത് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ. എന്ന് വെച്ചാൽ ഈ ഫിർഔനും ഹാമാനും അവരുടെ പടകളും തങ്ങൾ അടിച്ചമർത്തിയ ഈ ബനു ഇസ്രായേലിയരിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു തിരിച്ചടി ഉണ്ടല്ലോ, എന്തോ ഒരു അട്ടിമറിയും തിരിച്ചടിയും. ആ തിരിച്ചടി യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത് എന്നുകൂടെ അതിനുശേഷമുള്ള ആയത്തുകളിൽ റബ്ബ് പറഞ്ഞു വെക്കുകയാണ്. ആൺകുട്ടികൾ ജനിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് കൊന്നുകളയുന്ന, സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ച് അവരിൽ നിന്ന് ഖിബ്തി വംശത്തെ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. മൂസാ നബിയുടെ വംശമായ ബനു ഇസ്രായേലിയർ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്ന, അവരെ ഒന്നടങ്കം കൊന്നുകളഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ആ ജനനം സംഭവിക്കുന്നത്. സോ മൂസാ നബിയുടെ കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, മൂസാ നബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ്, എന്തായിരുന്നു മൂസാ നബിയുടെ ഡ്യൂട്ടി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ്, ഈജിപ്തിലെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് നമ്മൾ സൂറത്തുൽ ഖസസിലെ ചില ആയത്തുകളിലൂടെ മനസ്സിലാക്കി. ആരാണ് ഫിർഔൻ എന്ന് നമ്മൾ ഈ ആയത്തുകളിലൂടെ വായിച്ചറിഞ്ഞു പഠിച്ചു. അടുത്ത സെഷനിൽ മൂസ അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കിയ സംഭവമുണ്ടല്ലോ, ആ സംഭവവും മൂസാ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു ചില ഇൻസിഡൻസും നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.